സച്ചിസുഖം പരമഹംസ ഗതിം തുരീയം. എൻ്റെ പരമഗതി അതാണ്. അതിൽ നിന്നാണ് എൻ്റെ മനസ്സ് ഉണർന്നു വന്നിരിക്കുന്നത്, നിലനിൽക്കുന്നത്. യസ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം. എൻ്റെ ജാഗ്രസ്വപ്ന സുഷുപ്തി അവസ്ഥകളൊക്കെ അതിൽ നിന്നാണ് പൊങ്ങി വരുന്നത്. തൽ ബ്രഹ്മ നിഷ്കളമഹം. ഞാൻ ആ പരമാത്മാവ് അതിൻ്റെ ഭാഗമാണ്. നജ ഭൂതസംഘ. ഈ ഭൂതം, ഏത് ഭൂതം? ഈ ശരീരമാകുന്ന പഞ്ചഭൂതത്തിൻ്റെ ഭാഗം അല്ല. ഇതാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്ന മന്ത്രങ്ങൾ. ആലോചിച്ച് നോക്കൂ, ഇന്ന് നമുക്കങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? നമുക്കതൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു. നമ്മൾ രാവിലെ തന്നെ പറയുന്നത് കാത്തുകൊള്ളണേ, 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 എന്നെ എന്താ പറയുക, പരിക്കുകൾ കൂടാതെ തിരിച്ചെത്തിക്കണേന്ന്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമ്മളെ തിരിച്ചു കൊണ്ടുവരേണ്ട കടമയൊക്കെ ആർക്ക്? ഈ ശബരിമലക്കാരെ വിളിച്ചു പറയണത് കേട്ടിട്ടില്ലേ നിങ്ങൾ? കൊണ്ടുപോയി കൊണ്ടുവരണേ സ്വാമിയേന്ന്. കൊണ്ടുപോകാനും സ്വാമിയാണ്, കൊണ്ടുവന്ന് തിരിച്ചേൽപ്പിക്കേണ്ട കടമയും ആർക്കാണ്? സ്വാമിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അവർ. നമുക്ക് തന്നെ നോക്കൂ, ഈ കൊണ്ടുപോയി കൊണ്ടുവരേണ്ട ജോലി അതൊക്കെ നമ്മൾ ഒരു ദൈവത്തിന് വിട്ടുകൊടുത്തു പോയി. ആ ഭക്തി നമ്മൾ മാറ്റണം. കാരണം ഇത് പുറമേ ഒരു ദൈവമല്ല നമ്മളെ കൊണ്ടുപോകാനും. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതും നിങ്ങളെ കൊണ്ടുവരുന്നത്. എങ്ങോട്ട് കൊണ്ടുപോകണം, എങ്ങോട്ട് കൊണ്ടുവരണം എന്ന് നിശ്ചയിക്കേണ്ടത് ഉദ്ധരേത് ആത്മനാത്മാനം. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ശ്ലോകം പഠിക്കും നിങ്ങൾ. ഏതായാലും അടുത്തതിൽ പറയണു, സ്വയമേവാത്മനാത്മാനം വേത്തത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂദേശ ദേവദേവ ജഗത്പദേ. സ്വയം ഏവ, അത് നല്ലൊരു വാക്കാണ്. അർജുനൻ ഒരു കാര്യം മനസ്സിലായി, അത് അർജുനൻ എടുത്തു പറയാണ്. സ്വയം ഏവ എന്ന് പറഞ്ഞാൽ, സ്വയം ഏവ എന്ന് പറഞ്ഞാൽ സ്വയം ഏവ, അവനവൻ തന്നെ വേണം. ആത്മാനം വേത്വ, അവനവൻ്റെ ആത്മാവിനെ അറിയാൻ. തും പുരുഷോത്തമ, തുന്നുള്ള വാക്ക് വന്നതോടുകൂടി പോയി അവിടെ. തും, അങ്ങയെ അറിയാൻ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുക. ഏതായാലും അർജുനൻ ഒരുപക്ഷെ ഒബ്ജക്റ്റീവായി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കുക, പരമാത്മാവായിരിക്കുന്ന തും, അങ്ങ് പരമാത്മാവ്, ഇപ്പോൾ വേറെ എന്ന് കരുതുന്ന പരമാത്മാവ്, തും ആത്മാനം, തും ആത്മാനം, അങ്ങ് ഞങ്ങളുടെ ആത്മാവാണ്. ആ ആത്മാവിനെ അറിയാൻ സ്വയമേവ വേത്ത. അതിന് ആര് തന്നെ പരിശ്രമിക്കണം? പറയൂ, സ്വയം. ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് പാർട്ട് ഇതാണ്. മറ്റു മതങ്ങളുണ്ടല്ലോ, എല്ലാവരും കലക്റ്റീവായി പ്രെയർ ചൊല്ലുമ്പോൾ, എല്ലാവരെയും പ്രെയർ ചൊല്ലിക്കാൻ ഒരാൾ ഗൈഡ് ചെയ്യാനുള്ളപ്പോൾ, നമുക്ക് ഈ കാര്യത്തിൽ ഒരാളെയും കിട്ടില്ല. നമുക്ക് ഈ കാര്യത്തിൽ ഗൈഡ് ചെയ്യുന്ന ആൾ അദ്ദേഹം പോവും, പിന്നെ അദ്ദേഹത്തിന് റോളില്ല. മനസ്സിലാവുണ്ടല്ലോ? പിന്നെ ഒരു ഗ്രൂപ്പ് അല്ല നമ്മുടേത്. നമ്മുടേത് മാസ് എന്താ പറയുക, റിലീജിയൻ അല്ലത്, അല്ലെങ്കിൽ മാസ് സ്പിരിച്വാലിറ്റി അല്ല. നമ്മുടേത് ഇൻഡിവിജ്വലാണ്. നിങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ പരമാത്മ ശക്തിയിലേക്ക് നിങ്ങൾ തന്നെ ഉയരണം. അതുകൊണ്ടാണ് സ്വയമേവ ആത്മനാത്മാനം, ഈ വാക്ക് നിങ്ങൾ അടിവരട്ടുള്ളൂ. സ്വയമേവ, ഇതൊരു വളരെ വളരെ ഒരു എന്താ പറയുക, കാച്ചിങ് വേർഡാണ്. സ്വയമേവ ആത്മനാത്മാനം, സ്വയമേവ. അത് നിങ്ങളെ റെസ്പോൺസിബിലിറ്റി ഉള്ളവരാക്കി മാറ്റും. നിങ്ങളെ കുറേയും കൂടിയും ഒരു ഇതിനെക്കുറിച്ച് ബോധമുള്ളവരാക്കി തീർക്കും. എന്നെ പരമാത്മാവിലേക്ക് ഉയർത്തേണ്ടത്, പറയൂ, ഞാൻ തന്നെയാണ്. അപ്പം നിങ്ങളുടെ പ്രെയർ മാറും. നിങ്ങൾ പ്രെയർ ചൊല്ലുന്നവരാവില്ല, നിങ്ങൾ നാമം ചൊല്ലുന്നവരാവും. പ്രെയറും നാമം ചൊല്ലലും വ്യത്യാസമുണ്ട്. പ്രെയർ ചൊല്ലുമ്പോൾ നിങ്ങൾ നോക്കുന്നത് ഒരു ദൈവത്തിൻ്റെ രൂപത്തിലേക്കാണ്. പ്രെയർ ചൊല്ലുമ്പോൾ നിങ്ങൾ നോക്കുന്നത് ചന്ദനത്തിരി കത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രെയർ ചൊല്ലുമ്പോൾ നിങ്ങൾ നോക്കുന്നത് ദീപം കത്തിച്ചിട്ടുണ്ടോ എന്നാണ്. കണ്ണടച്ച് നാമം ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് പുറമേ ഒന്നും നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ആ പുറമേയുള്ള ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് കുറയും. പൂജാമുറി വേണം നമുക്ക്, പൂജാമുറിയിൽ ഫോട്ടോ വേണം. അതെല്ലാം ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ്, അതെല്ലാം ഒരു എൻവയറമെൻ്റ് ഉണ്ടാക്കാനാണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ റോള്, അതിൽ കൂടുതലില്ല. അതിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിങ്ങളൊരു പ്രാർത്ഥന ചെയ്യുന്നവരാണ്.
നിങ്ങളൊരു നാമജപം ചെയ്യുന്നവരല്ല. ആർ യു ഫോളോയിങ് ദാറ്റ്? നേരെ മറിച്ച് നിങ്ങൾ അല്പനേരം ഒരു ഭാഗത്ത് നിവർന്നിരുന്ന് നിങ്ങളുടെ മനസ്സിൽ നാമം ജപിച്ച് മറ്റെല്ലാ ചിന്തകളും വിട്ട് നിങ്ങൾ അതിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് പരമാത്മാവിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ബോധം നിങ്ങൾ അല്പം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു അനന്തശക്തിയുള്ള ഭഗവാനുണ്ടെന്ന ബോധം നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. ബോധം തെളിഞ്ഞു വരണമെങ്കിൽ, ആ ബോധത്തെ തെളിയിപ്പിക്കണമെങ്കിൽ അതിനുവേണ്ടി നിരന്തരം നമ്മൾ പരിശ്രമിക്കണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളിൽ ആ ബോധം തെളിഞ്ഞു വരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാവുന്നത് പ്രാക്ടീസിലൂടെ മാത്രമേ. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞ വാക്ക് വളരെ പ്രധാനമാണ്, അഭ്യാസം. എന്താണ് അഭ്യാസം? നിങ്ങൾ ഏത് കാര്യം അഭ്യസിച്ച് ചെയ്താൽ അത് നിങ്ങളുടെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ളൊരു കൺവിക്ഷൻ വളരെ കൂടുതലായിരിക്കും. ആണോ? അഭ്യാസം. നമ്മളത് ചെയ്ത് പരിശീലിക്കൂ. നിങ്ങൾ എല്ലാവർക്കും അറിയാം, അഭ്യാസം നമ്മൾ ചെയ്യുന്നതാണ്. ദിവസവും നിങ്ങൾ വണ്ടി ഓടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് കണ്ണടച്ച് വണ്ടി ഓടിച്ചാലും വണ്ടി അവിടെ എത്തിക്കും. മനസ്സിലായില്ലേ? ചില ആളുകളുണ്ട്, ഈ കാളവണ്ടി ഓടിക്കുന്ന ആളുകൾ. അവർ കാളവണ്ടി കണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടന്നുറങ്ങിക്കോളും. കാരണം കാളയ്ക്ക് അറിയാം ഇയാളെ എവിടെയാണ് കൊണ്ടുപോകേണ്ടത്. അതങ്ങനെ അഭ്യാസം ശീലിച്ചു പോയി. പണ്ട് കാലത്ത് ഈ ചക്ക ആട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല? ഈ കാളകളെ കൊണ്ട് ചക്ക ആട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാളയെ നടത്താൻ വേണ്ടിയിട്ട് ഇവർ കാളയുടെ മുന്നിൽ കുറച്ച് പുല്ല് കിട്ടും. കാള വിചാരിക്കും അടുത്ത സ്റ്റെപ്പ് കിട്ടും, അടുത്ത സ്റ്റെപ്പ് കിട്ടും, അടുത്ത സ്റ്റെപ്പ് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ആളിറങ്ങിപ്പോവും. അയാൾ വീട്ടിലെ ജോലി. കാരണം കാള ഈ പുല്ല് പിടിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇതൊരു 5-10 റൗണ്ട് അടിക്കുമ്പോഴേക്കും ഇവിടെ കൊപ്രയാണോ അല്ലെങ്കിൽ എന്തെങ്കിലാണ് സാധനം വെച്ചിരിക്കുന്നത്, എള്ളാണോ, അതിനനുസരിച്ച് ആ സാധനം ആടിക്കൊണ്ടിരിക്കും. ഈ കർഷകൻ നല്ല ബുദ്ധിമാനാണ്. അപ്പം ഇത് നടക്കണ്ടോ എന്നറിയാൻ എന്ത് ചോദിച്ചാൽ ഒരു മണി കെട്ടിത്തൂക്കും. അപ്പം ക്ണിങ് 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 ക്ലിങ് ക്ണിങ് ക്ണിങ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അടുക്കളയിലിരുന്ന് മനസ്സിലാവും എന്ത് ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഒരിക്കലൊരു വക്കീൽ വന്ന് ഈ കർഷകനോട് ചോദിച്ചു, അല്ല ഒരു പക്ഷേ കാള സാധാരണ കാളയല്ലെങ്കിലോ? പിന്നെ എന്ന് വെച്ചാൽ എങ്ങനെയുള്ള കാള? കുറച്ച് എഡ്യൂക്കേറ്റഡ് കാളയാണെങ്കിലോ? എന്ന് വെച്ചാൽ എങ്ങനെയുള്ള കാള? അതായത് കാള ഒരു ഭാഗത്ത് നിൽക്കണു, എന്നിട്ടിങ്ങനെ കഴുത്താട്ടുന്നു. അപ്പോഴും എന്തുവരും? കിണിങ് കിണിങ് ശബ്ദം. അപ്പം നിങ്ങൾ അകത്തിരുന്നിട്ട് എന്താ ചിന്തിക്കുക? കാള നടക്കണ്ടെന്ന്. ഉടനെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാള വക്കീൽ ഭാഗം പഠിച്ച ആളല്ല, അതൊരു നോർമൽ കാളയാണ്. അതുകൊണ്ട് അത്തരം ബുദ്ധി അതിനൊരിക്കലും, ഇതൊക്കെ നമുക്കേ ഉണ്ടാവുള്ളൂ, ഒരു ഭാഗത്തുനിന്ന് കിണിങ് 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 കിണി എന്നുള്ളത്. മനസ്സിലായില്ലേ? കാള ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ കാള അഭ്യസിച്ച് വരുമ്പോൾ എണ്ണ താനെ ഉണ്ടാവുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ അഭ്യാസം കൊണ്ട് ബോധമെന്ന എണ്ണ ഉണ്ടായി വരുന്നു. തൈര് നിങ്ങൾ കലക്കും തോറും വെണ്ണ അതിൽ നിന്നും പ്രകടമാവും. മനസ്സിലായില്ലേ? അഭ്യാസമാണ് ഈ കലക്കൽ, വെണ്ണയാണ് ബോധം. ആ ബോധം ഇങ്ങനെ തെളിഞ്ഞ് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും തൈര് കലക്കിയിട്ടുണ്ടോ? മെഷീൻ വെച്ചിട്ടല്ലാതെ കലക്കിയവർ എത്ര പേരുണ്ട്? കടകോല് കൊണ്ട് നന്നായത്. അപ്പോൾ ആദ്യം ഈ എണ്ണ ഉണ്ടാകുമ്പം അതിങ്ങനെ സ്പ്രെഡായി നിൽക്കും. ആണോ? പിന്നെ അത് കലക്കും തോറും കൂടി വരും. പിന്നെ അതൊരു വലിയൊരു ബോളായി മാറി എന്ന് പറഞ്ഞതുപോലെ തുടക്കത്തിലുള്ള ബോധം അവിടെയും ഇവിടേക്ക് ആയിരിക്കും. കുറച്ച് ബോധം വരും. പിന്നെയും നിങ്ങൾ കലക്കിക്കൊണ്ടിരുന്നാൽ ആ ബോധം കൂടി വരും. ക്രമേണ ബോധഘനം വരും. ബോധഘനത്തിനെ വിളിക്കുന്ന പേരാണ് സാന്ദ്രം എന്നുള്ളൊരു വാക്ക്. അതാണ് ഭട്ടതിരിപ്പാട് തുടങ്ങുന്നതിനെ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. കേട്ടില്ലേ? അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനം. അപ്പോൾ എന്ത് വേണം? കലക്കിക്കൊണ്ടേയിരിക്കണം. ഇന്ന് പോയി തൈര് കലക്കാനല്ല ഞാൻ പറയുന്നത്. ഈ കലക്കൽ എവിടെ വേണം? നാമസങ്കീർത്തനം കൊണ്ട് മനസ്സിനെ കലക്കും തോറും എന്ത് പൊങ്ങി വരും? ബോധം പൊങ്ങി വരും. ബോധം പൊങ്ങി ഇതൊക്കെ പോയി നോക്കരുതുണ്ടോ? നിങ്ങൾ നാളെ സ്കാനിങ്ങിന് പോയി നോക്കരുത് ബോധം പൊങ്ങുന്നുണ്ടോ. ബോധം പൊങ്ങുന്നൊക്കെ ഒരു വ്യവഹാരത്തിൻ്റെ ഭാഷ പറയാണ്, അല്ലാതെ ഒന്നും പൊങ്ങി വരാനില്ല.
എന്നാൽ പൊങ്ങി വരും എന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റലിജൻസ് ലെവൽ മറ്റുള്ളതിനേക്കാൾ കൂടിക്കൂടി വരും. അങ്ങനെ വരും തോറും പിന്നീട് അഭ്യാസം ചെയ്യും തോറും ബോധം എന്താവും? ഘനമാവും, അത് കോൺസെൻട്രേറ്റഡ് ആവും. അപ്പോൾ നിങ്ങൾ എന്തായി? ആത്മസാക്ഷാത്കാരം നേടിയവരായി. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. എന്താ സർട്ടിഫിക്കറ്റ്? നിങ്ങളുടെ പേരിൻ്റെ കൂടെ എന്ത് വന്നു? ഭഗവാൻ. നിങ്ങൾ ഭഗവാനായി തീർന്നു. എപ്പോ ബോധം ഘനമാവുമ്പോൾ നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഭഗവാൻ എന്നുള്ള പേര്. അല്ലാതെ തന്നെ വിളിക്കുന്നുണ്ട് സ്വാമി പലരും ഭഗവാൻ എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ എന്നുള്ള പേര് വരും. അത് തമാശയില്ല, ഇതൊക്കെ ചിരിക്കാൻ വേണ്ടി പറയാം. ട്രൂത്ത്ഫുള്ളി ഇതാണ് സത്യം.